രാജകീയ അഭിഷേകം ദാവീദിന് വന്നു. ദാവീദ് ഒറ്റ നിമിഷം കൊണ്ട് ഗോലിയാത്തിനെ കൊന്നു. ഗോലിയാത്തിനെ കൊന്ന ദാവീദിനെ അതേ വാളുകൊണ്ട് ശൗലിനെ കൊല്ലാം. പക്ഷെ ദാവീദ് പറഞ്ഞത്, ഞാൻ അഭിഷിക്തനെ തൊടുകയില്ല, ഞാൻ കാത്തിരിക്കും, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. ശൗലിന്റെ മരണം വരെ കാത്തിരുന്നു. പിന്നെയും പോയില്ല ദാവീദ് രാജാവാകാൻ. ദാവീദ് പറഞ്ഞു, ഞാൻ ദൈവം എന്നെ അഭിഷേകം ചെയ്തു രാജാവായിട്ട്, പക്ഷെ ഞാനായിട്ടൊന്നും ചെയ്യത്തില്ല, ഞാൻ ദൈവസന്നിധി താണ്ടിരിക്കും. 10-20 വർഷം അഭിഷേകം കൊണ്ട് നടന്നവനാ. ഒന്നും തന്നെത്താൻ മാനുഷികമായി ചെയ്തില്ല. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി തന്നെത്താൻ താഴ്ത്തിയിരുന്നപ്പോൾ ഒരു രാജ്യം മുഴുവനും വന്ന് പറഞ്ഞു, ദാവീദേ, നീ ഞങ്ങൾക്ക് രാജാവായി വരണം. തന്നെത്താൻ താഴ്ത്തി ദൈവസന്നിധിയിൽ ഒരു ഗുണമുള്ള വ്യക്തികളായി നിങ്ങൾ മാറാൻ തയ്യാറാണെങ്കിൽ, പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടാൻ തയ്യാറാണെങ്കിൽ, ദൈവത്തെ ഭയപ്പെടാൻ തയ്യാറാണെങ്കിൽ, അഭിഷിക്തന്മാരെ ഭയപ്പെടാൻ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ, ശമൂവേൽ പ്രവാചകന് വിരോധമായി സംസാരിക്കുന്നതിന് പകരം താഴാൻ തയ്യാറാണെങ്കിൽ, ദാവീദിനെ രാജാവാക്കിയ ദൈവം നിന്നെയും രാജകീയ സ്ഥാനത്തെത്തിച്ച് നിന്നെ അഭിവൃദ്ധിപ്പെടുത്തുവാൻ, നിന്റെ ലൈഫിൽ അഭിവൃദ്ധി വരണമെങ്കിൽ നിന്റെ പിഴവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മാപ്പ് പറഞ്ഞ് ദൈവത്തിനോട് നിരപ്പ് പ്രാപിച്ച് ദൈവത്തിനോട് ദൈവസന്നിധിയിൽ ചെന്ന് നിന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് ദൈവത്തിനോട് ആലോചന ചോദിച്ച് ഒരു റിപ്പന്റൻസിന് നീ തയ്യാറാണെങ്കിൽ, എന്റെ ദൈവം പറയുന്നു, നിന്റെ അകൃത്യങ്ങളെ പിഴവുകളെ ദൈവം ക്ഷമിച്ച് ഞാൻ നിന്നെ അഭിവൃദ്ധിപ്പെടുത്താൻ പോവുകയാണ്.